മനു ഭരതനോടൊപ്പം ഉണ്ട്. മനു, ഈ ബി ജെ പിയുടെ ശ്രമം ഇന്ന് ആരംഭിച്ചതല്ല, അത് കഴിഞ്ഞ വർഷം തന്നെ ഇത്തരത്തിൽ ചില ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഒപ്പം അനിൽ ആന്റണി ഒപ്പം അതടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിൽ എത്തിയതുകൊണ്ട് നമുക്കറിയാം, ക്രിസ്ത്യൻ നേതാക്കളെ. ഇതൊക്കെ പക്ഷേ വിജയം കണ്ട ശ്രമങ്ങളായിരുന്നില്ല. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാര്യമായ നേട്ടം ബി ജെ പിക്ക് ആ വിഭാഗത്തിലുണ്ടായില്ല. പുതിയ നീക്കത്തിലൂടെ ബി ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം കണക്കെടുക്കുമ്പോൾ അത് നമുക്കറിയാം, ഒരു 2021 സെൻസസാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ ഒരു ഡാറ്റ നോക്കുമ്പോൾ ഒരു 26 ദശലക്ഷം, അത് 2.5 കോടിയിലധികം ക്രിസ്ത്യൻസ് ഇന്ത്യയിൽ ഉണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ കൂടിയിട്ടുണ്ടാകാം. ഏതായാലും അവർ ഈ ജനസംഖ്യയുടെ ഒരു 2.5% താഴെ മാത്രം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണമായും ഒരു വോട്ട് ബാങ്ക് എന്നതിനപ്പുറത്തേക്ക് ഇതിന് കുറേ കൂടി മാനങ്ങൾ പ്രധാനമന്ത്രി കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ജനസംഖ്യ ഒരു നിർണായകമായ സംവിധാനമാണ്. കാരണം ഒരു 142 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് വ്യക്തമായി ആര് ജയിക്കും തോൽക്കും എന്നൊക്കെ നിർണ്ണയിക്കാൻ ഉള്ള സ്വാധീനവും കരുത്തും കൂടുതലാണല്ലേ കേരളത്തിൽ? അതെ, കേരളത്തിൽ നമുക്കിപ്പോൾ ഏതാണ്ട് സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ പഴയൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 18.4-20% ക്രിസ്ത്യൻ ഇതുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് ഈ ചെറിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. അവിടെ ഇപ്പോൾ നാഗാലാൻഡിലാണെങ്കിൽ ഒരു 87% അവിടെ ക്രിസ്ത്യൻസ് വരുന്നുണ്ട്. മിസോറമിലും ഇതൊരു 86%, മേഘാലയയിലാണെങ്കിൽ ഇതൊരു 75%, മണിപ്പൂരിലൊരു 42%, അരുണാചൽ പ്രദേശിൽ 30%, അതുപോലെ ഗോവയിൽ ഒരു 10-25% ക്രിസ്ത്യൻസ്. അങ്ങനെ പക്ഷേ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി വലിയ മേധാവിത്വം നേടിയ സംസ്ഥാനങ്ങളാണ്. അവർക്ക് ആ പിന്തുണ അവിടുത്തെ ഈ ശ്രമങ്ങളൊന്നും ഉണ്ടാകാത്ത സമയങ്ങളിൽ പോലും അല്ലേ, സമയങ്ങളിൽ അവർക്ക് അവിടെ പിന്തുണയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ വിഷയമല്ല. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി ഒരു ഗ്ലോബൽ ലീഡർ എന്ന തരത്തിലാണ് ഇപ്പോൾ സ്വയം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇടയിലാണ് നമ്മുടെ ഈ കഴിഞ്ഞ G20 ഒരു തർക്കം വന്നതും. തർക്കമല്ല, പ്രധാനമന്ത്രി കാനഡയോട് കാണിച്ച ഒരു ചെറിയ വൈമുഖ്യം, അത് ഒരു സിഖുകാരുടെ ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ്. സിഖ് വിഘടനഭാഗത്തെ അവർ പിന്താങ്ങുന്നു എന്നൊക്കെയുള്ള തരത്തിൽ. അപ്പോൾ സ്വാഭാവികമായും ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ മൈനോറിറ്റികളെ വേണ്ടത്ര രീതിയിൽ അംഗീകരിക്കുന്നില്ല എന്ന ചില തർക്കങ്ങൾക്കത് വഴിതെളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു തികഞ്ഞ മറുപടിയായിരിക്കും ഈ പോപ്പിൻ്റെ വരവോടുകൂടി. എൻ്റെ ഒരു സംശയം മനു, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് മേഘാലയ, മണിപ്പൂർ, മിസോറാം, ഗോവയിലൊക്കെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സംസ്ഥാനങ്ങളാണ്, ഒരുപാട് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ്. പക്ഷേ കേരളത്തിലും 18% എന്ന് മനു പറഞ്ഞു. പക്ഷേ ആ സംസ്ഥാനങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഏറെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിജയം നേടിയെങ്കിൽ പോലും കേരളത്തിൽ ഒന്നും ഫലിക്കുന്നില്ല. ആ പശ്ചാത്തലം അതെങ്ങനെ കാണണം? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കേരളത്തിലെ ക്രിസ്ത്യാനികളെ ബി ജെ പിയിൽ ഘടിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യം എങ്ങനെ ഉരുത്തിരിയുന്നതെന്നും പ്രധാന ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിൽ. അല്ല, ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ സംസ്ഥാനങ്ങളാണ്. അവർ കൂടുതലും ഒരു സെൻറ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അവർക്ക് കേന്ദ്ര ഭരണത്തെ കൂടുതൽ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ പിടിച്ചു നിൽക്കൽ എളുപ്പമല്ല. മാത്രമല്ല, കേന്ദ്ര ഭരണത്തിൽ ഇരിക്കുന്നവർക്കൊപ്പം നീങ്ങുക എന്നൊരു നിലപാടാണ് എപ്പോഴും ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഗോവയിൽ കുറേ കൂടി വ്യത്യസ്തമായൊരു രാഷ്ട്രീയമാണ്. അവിടെ ബി ജെ പിക്ക് കുറേ കൂടി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം ഗോവ നമുക്കറിയാലോ, ഒരു പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. അവിടെ അന്നത്തെ ഈ പോർച്ചുഗീസ് ഇന്ത്യ വിടണം എന്നൊക്കെയുള്ളൊരു പ്രക്ഷോഭം നടത്തുന്നതിൽ ബി ജെ പി വലിയ നിർണായകമായ പങ്കുവഹിച്ചൊരു ഇടമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഗോവയിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളും നമുക്കറിയാം. ആളുകളെ വാങ്ങിച്ചു എന്നും കൊടുത്തു എന്നൊക്കെയുള്ള പരാതികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഏതായാലും അവിടെയൊക്കെ ചെറിയ സംസ്ഥാനങ്ങളെന്നില്ല, അവർ കൂടുതലും ഈ കേന്ദ്രത്തിൽ ഡിപ്പെൻഡൻ്റ് ആണ്, സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ കേരളത്തിന് പക്ഷേ വേറൊരു രാഷ്ട്രീയ ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, കേരളം ഈ രാഷ്ട്രീയ മാറ്റത്തോട് പെട്ടെന്ന് അങ്ങനെ ഒരു സമീപനം, കേരള കോൺഗ്രസുകളുടെ ഭൂമികയാണ് ക്രിസ്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന കേരള കോൺഗ്രസുകളുടെ ഭൂമികയാണ്. നമുക്കറിയാം, ഈ ജോണി നെല്ലൂരിനെയൊക്കെ കേരള കോൺഗ്രസിന്റെ ഭാഗമായി ജോണി നെല്ലൂരിനെയൊക്കെ ബി ജെ പിയിൽ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി, പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പക്ഷെ അതൊക്കെ ഇപ്പോഴും കയ്യാലപ്പുറത്താണ്. അതെ, അപ്പോൾ ഇത് ബി ജെ പി പല സെക്ടേഴ്സിനെ, ഇപ്പോൾ BDJSനെ കേരളത്തിലെ പ്രബല വിഭാഗമായ ഈഴവ സമുദായത്തെ ഒപ്പം നിർത്താൻ, അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒപ്പം നിർത്താൻ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ വിജയം കാണാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇവിടെ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. അവർ നാഷണൽ മെയിൻ സ്ട്രീമിൻ്റെ ഒപ്പം
കോൺഗ്രസ് അനുകൂല നിലപാട് ദീർഘകാലം സ്വീകരിച്ചവരാണ്. പിന്നെ അതിലൊരു ചെറിയ വിഭാഗം ഒരു 10-35% ആളുകൾ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അവർ പിന്നെ ഇടത് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നതിനപ്പുറത്തേക്ക് അവർ വലിയ ഒരു രാഷ്ട്രീയ നയവും കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ഒരു വിഭാഗമാണ്. തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു കാര്യം. തീർച്ചയായും